അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകം മുതൽ 55 കൂടിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. തദാ പ്രബുദ്ധാ സുതതി ജ്ഞാത്വാ ഗർഭം തഥാ കൃതം ഇന്ദ്രേണ ഛലരൂപേണ ചുകോപ ഭൃശദുഃഖിത. ഭഗിനീകൃതം തു സാ ബുദ്ധ്വാ ശശാപ കുപിതാ തദാ അദിതിം മഘവന്തം ച സത്യവ്രതപരായണാം. യഥാ മേ കർത്തിതോ ഗർഭസ്തവ പുത്രേണ ഛദ്മനാ തഥാ തന്നാശമായാതു രാജ്യം ത്രിഭുവനസ്യ തു. യഥാ ഗുപ്തേന പാപേന മമ ഗർഭോ നിപാതിതാ അദിത്യാ പാപചാരിണ്യാ യഥാ മേ ഘാതിത സുതാ. തസ്യാ പുത്രാസ്തു നശ്യന്തു ജാതാ ജാതാ പുനഃ പുനഃ കാരാഗാരേ വസത്വേഷാം പുത്രശോകാതുരാഭൃശം. അന്യജന്മനി ചാപ്യേവ മൃതാപത്യാ ഭവിഷ്യതി. വ്യാസ ഉവാച ഇത്യുൽസൃഷ്ടം തദാ ശ്രുത്വാ ശാപം മരീചിനന്ദന. ഉവാച പ്രണയോപേതോ വചനം ശമയന്നിവ മാ കോപം കുരു കല്യാണീ. പുത്രാസ്തേ ബലവത്തരാം
ഭവിഷ്യന്തി സുരാ സർവേ മരുതോ മഖവത്സഖാ ശാപോയം തവ വാമോരു ത്വഷ്ടാവിംശേധദ്വാപരേ അംശേന മാനുഷം ജന്മ പ്രാപ്യമോ ഭോക്ഷ്യതി ഭാമിനി വരുണേനാപി ദത്തോസ്തി ശാപ സന്താപിതേന ച ഉഭയോ ശാപയോഗേന മാനുഷീയം ഭവിഷ്യതി. വ്യാസ ഉവാച പതിനാശ്വാസിതാ ദേവി സന്തുഷ്ടാ സാ ഭവത്തദാ നോവാച വിപ്രിയം കിഞ്ചിൽ തതസാ വരവർണിനി ഇതി തേ കഥിതം രാജൻ പൂർവശാപസ്യ കാരണം അതിഥിർദേവകീ ജാത സ്വാംശേന നൃപസത്തമാ. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ തൃതീയോധ്യായ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായം 45-ാമത്തെ ശ്ലോകം മുതൽ 55 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി ഭക്തിപൂർവം ഭഗവതിയുടെ തൃപാദങ്ങളിൽ അക്ഷരാർച്ചനയായി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അപ്പോൾ ദിതിയുണർന്നല്ലോ ശക്രകാപട്യത്തെ കണ്ടു അത്യധികം ദുഃഖിതയായി കോപിഷ്ഠയായി. അതീതി താൻ ഇതിനു പിന്നിലെന്നവൾ ഉറപ്പിച്ചു. അതീതിയെ ഇന്ദ്രനൊപ്പം ശപിച്ചാനവൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നിന്റെ പുത്രൻ എൻ്റെ ഗർഭം നശിപ്പിച്ചു. അതിനാലെ ത്രിലോകനായകത്വവും നശിച്ചിടട്ടെ. പാപി ഇന്ദ്രൻ എൻ്റെ ഗർഭം നശിപ്പിച്ചതുപോലവേ അതീതിയൻ പുത്രനെ നശിപ്പിച്ചതുപോലെ അവളുടെ പുത്രന്മാരും ജനിച്ചുടൻ മരിക്കട്ടെ. കാരാകാരെ പുത്രദുഃഖം അനുഭവിക്കും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അടുത്ത ജന്മത്തിൽ തന്നെ പുത്രദുഃഖമുണ്ടാവട്ടെ. വ്യാസൻ പറഞ്ഞു. ഇത്തരത്തിൽ ശപിച്ചതു കേട്ട കശ്യപൻ സ്നേഹത്തോടെ ദിതിയെ ആശ്വസിപ്പിച്ചു. കോപം വേണ്ട, ശക്തരായി തീർന്നിടട്ടെ നിന്റെ പുത്രന്മാർ. അവരെല്ലാം ദേവേന്ദ്രന്റെ
ചങ്ങാതിമാരായിടട്ടെ തവ ശാപം 28 ദ്വാപരെ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. തവ ശാപം 28 ദ്വാപരെ. നിൻ സോദരി മനുഷ്യനായി ശാപത്തെ അനുഭവിക്കും ദുഃഖിതനാം വരുണനും ശപിച്ചിട്ടുണ്ട്. ഇരുശാപം മൂലമിവൾ മനുഷ്യ സ്ത്രീയായി ജനിക്കും. വ്യാസം പറഞ്ഞു. ഭർത്താവു ആശ്വസിച്ചപ്പോൾ സന്തുഷ്ടയായി. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. കുലീനയാം ദിതി ദേവി അപ്രിയത്തെ പറഞ്ഞില്ല. പൂർവശാപ കഥ ഞാനും പറഞ്ഞു ഇപ്പോൾ. അതീതിയോ സ്വാംശം കൊണ്ടു മനുഷ്യകുലത്തിങ്കലോ ദേവകിയായി ജനിക്കുകയും ചെയ്തുവല്ലോ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 331 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകം മുതൽ 55 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നാം പ്രഭാഷണ രൂപത്തിൽ ഇപ്പോൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഇവിടെ ദേവേന്ദ്രൻ ദിതിയുടെ ഗർഭത്തിൽ കടന്ന് ദിതിയുടെ ഗർഭത്തിലുണ്ടായ കുഞ്ഞിനെ 7-49 കഷ്ണങ്ങളാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ആ കുട്ടികൾ കരഞ്ഞപ്പോൾ മാരുദേതി ശനൈർവാക്യം ഉവാച മഘവാനമും എന്ന് പറയുന്നു. കരയരുത് എന്ന് പതുക്കെ പറഞ്ഞു എന്നാണ്. ശനൈർവാക്യം ഉവാച. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ 49 പേര്. തഥാ പ്രബുദ്ധാ സുദതി ജ്ഞാത്വാ ഗർഭം തഥാകൃതം. അപ്പോഴേക്കും
ദിതീദേവി ഉണർന്നു കഴിഞ്ഞു. ഇന്ദ്രൻ കാപട്യം കാണിച്ചു. ഇന്ദ്രേണ ഛലരൂപേണ ചുകോപ ഭൃഷദുഃഖിത. തൻ്റെ ഗർഭത്തെ ഇങ്ങനെ മുറിച്ചതായി മനസ്സിലാക്കി വല്ലാതെ കോപിച്ചു. സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. ദുഃഖത്തെ അടക്കാൻ സാധിച്ചില്ല. തൻ്റെ സഹോദരിയാണിത് ചെയ്യിച്ചത്, അല്ലേ? ഭഗിനീകൃതം തു സാ ബുദ്ധ്വ ശശാപ കുപിതാ തദ. തൻ്റെ സഹോദരിയാണിത് ചെയ്യിച്ചത് എന്ന് കരുതി ദേഷ്യത്തോടുകൂടി കുപിതയായി അതിഥിം മഘവന്തം ച സത്യവ്രതപരായണ. സത്യനിഷ്ഠയായ അവൾ അതിഥിയെയും ഇന്ദ്രനെയും ശപിച്ചു. യഥാമേ കർത്തിതോ ഗർഭസ്തവ പുത്രേണ ഛദ്മന തഥാ തന്നാശമായാതു രാജ്യം ത്രിഭുവനസ്യതു. നിന്റെ പുത്രൻ എൻ്റെ ഗർഭം കാപട്യം കൊണ്ട് നശിപ്പിച്ചു, അല്ലേ? ഛദ്മന എങ്കിൽ അതുകൊണ്ട് തന്നെ അവന് ത്രിഭുവനസ്യ 3 ലോകത്തിൻ്റെ നായകത്വം അവന് നഷ്ടപ്പെടട്ടെ, അവന് ഇന്ദ്രപദവി നഷ്ടപ്പെടട്ടെ. യഥാ ഗുപ്തേന പാപേന മമ ഗർഭോ നിപാതിത ആദിത്യ പാപചാരിണ്യ യഥാമേ ഘാതിതസ്സുത. പാപിയായ ഇന്ദ്രൻ കളവായി എൻ്റെ ഗർഭം നശിപ്പിച്ചതുപോലെ, ഗർഭം വീഴ്ത്തിയതുപോലെ, നിപാതിത ആദിത്യ പാപചാരിണ്യ, പാപചാരിണിയായ അതിഥി നിന്റെ ആ പുത്രന്മാരും എൻ്റെ പുത്രനെ നശിപ്പിച്ചതുപോലെ തസ്യാ പുത്രാസ്തു, നിന്റെ മക്കളും നശ്യന്തു ജാതാ ജാതാ പുനഃ പുനഃ. നിന്റെ പുത്രന്മാർ ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് തന്നെ നശിക്കാൻ ഇടവരട്ടെ. കാരാഗാരേ വസത്വേഷ പുത്രശോകാതുരാഭൃശം. അങ്ങനെ പുത്രദുഃഖം അനുഭവിച്ചും കൊണ്ട്, അതികഠിനമായ ആ പുത്രദുഃഖം അനുഭവിച്ചും കൊണ്ട് നീ കാരാഗൃഹത്തിൽ കിടക്കാനിടയാവട്ടെ. അന്യജന്മനി ചാപ്യേവ മൃതാപത്യ ഭവിഷ്യതി. അടുത്ത ജന്മത്തിൽ തന്നെ അവൾ മക്കൾ മരിച്ചവളായി തീരട്ടെ. വ്യാസൻ പറയുന്നു, ഇത്യുൽ സൃഷ്ടം തദാശ്രുത്വ ശാപം മരിച്ചി നന്ദന. ഇങ്ങനെ ശപിച്ചത് കേട്ടപ്പോൾ, മരിച്ചിയുടെ പുത്രനാണ് കശ്യപൻ. മരിച്ചി ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ പൗത്രൻ എന്ന് കശ്യപനെ നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അങ്ങനെ മരീചി പുത്രനായ കശ്യപൻ ഉവാച പ്രണയോപേതോ വചനം ശമയന്നിവ മാ കോപം കുരു കല്യാണി പുത്രാസ്തേ ബലവത്തര. അവിടെ വളരെ സ്നേഹത്തോടുകൂടി ദിതിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് കശ്യപൻ പറഞ്ഞു, മാ കോപം കുരു കല്യാണി, നീ കോപിക്കരുത്, മംഗളസ്വരൂപിണിയാണ് നീ. നിന്റെ പുത്രന്മാരൊക്കെ തന്നെ നല്ല ശക്തന്മാരായിത്തീരും. ഭവിഷ്യന്തി സുരാസർവേ മരുതോ മഖവത്സഖ. അവരൊക്കെ തന്നെ, ഈ ഉണ്ടായ 49 പേര്, അവരൊക്കെ ദേവന്മാരും ദേവേന്ദ്രൻ്റെ ചങ്ങാതിയുമായി മാറും. അതേപോലെ ശാപോയം തവ വാമോരു ത്വഷ്ടാവിംശേധദ്വാപരെ. നിന്റെ ശാപം 28ാമത്തെ ചതുർയുഗത്തിലെ ദ്വാപരയുഗത്തിൽ അംശേന മാനുഷം ജന്മ പ്രാപ്യ ഭോക്ഷ്യതി ഭാമിനി വരുണേനാഭി ദത്തോസ്തി ശാപ സന്താപിതേന ച. നിന്റെ സഹോദരി അംശം കൊണ്ട് മനുഷ്യജന്മം പ്രാപിച്ച് അനുഭവിക്കും. അതേപോലെ തന്നെ ദുഃഖിതനായ വരുണനും അവളെ ഇത്തരത്തിൽ ശപിച്ചിട്ടുണ്ട്. ഉഭയോ ശാപയോഗേന മാനുഷീയം ഭവിഷ്യതി. രണ്ടുപേരുടെയും ശാപം ഏറ്റതുകൊണ്ട് ഇവൾ മനുഷ്യ സ്ത്രീയായി പിറക്കുകയും ചെയ്യും. അതിഥി ഉഭയോ ശാപയോഗേന, രണ്ടുപേരുടെയും ശാപമുണ്ട്, അല്ലേ? വരുണന്റെ ശാപമുണ്ട്, ദിതീദേവിയുടെ ശാപമുണ്ട്. പതിന ആശ്വാസിതാദേവി സന്തുഷ്ടാസാ ഭവത്തത. ഇങ്ങനെ ഭർത്താവ് ആശ്വസിപ്പിച്ചപ്പോൾ ആ ദിതി സന്തുഷ്ടയായി തീർന്നു, അവളുടെ കോപമൊക്കെ ഇല്ലാതെയായി. നോവാച വിപ്രിയം കിഞ്ചിൽ തത സാ വരവർണിനി ഇതി തേ കഥിതം രാജൻ പൂർവശാപസ്യ കാരണം അതിഥിർദേവകീ ജാത സ്വാംശേന നൃപസത്തമ. നോവാച വിപ്രിയം കിഞ്ചിൽ തതസാ വരവർണിനി.
ആ വരവർണ്ണിനിയായ കുലീനയായ ദിതിദേവി തൻ്റെ ഭർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. അപ്രിയമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെയോ രാജാവിനോട് പറയുകയാണ്, അല്ലയോ ജനമേജയ, ഇങ്ങനെ ഇതിത്തെ കഥിതം രാജൻ പൂർവശാപശ്ച കാരണം, മുമ്പുണ്ടായ ശാപത്തിൻ്റെ കാരണം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതിഥിർ ദേവകീജാത സ്വാംശേന നൃപസത്തമ. ഹേ രാജശ്രേഷ്ഠ, ഇങ്ങനെ അതിഥി സ്വാംശം കൊണ്ട്, തൻ്റെ അംശം കൊണ്ട് ദേവകിയായി ജനിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇങ്ങനെ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടായത്. ആ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് കഥ പറയുമ്പോഴാണ് ദിതിയും അതിഥിയും ദേവകിയായും രോഹിണിയായും പിറന്നു എന്നൊക്കെ പറയണത്. ഇന്ദ്രജനനിയായ അതിഥിയെ എന്തിനാണ് സഹോദരിയായി ദിതി ശപിച്ചത്? അതിന് കാരണം എന്താണ്? എനിക്കത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്നു എന്നൊക്കെ ജനമേജയൻ, ആ പരീക്ഷിത് പുത്രൻ, ചോദിച്ചപ്പോഴാണ് വേദവ്യാസൻ ഈ കഥകളൊക്കെ പറഞ്ഞത്. അതാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഇതോടുകൂടി ഇത് ശ്രീമദ് ദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ തൃതീയോധ്യായ, മൂന്നാമത്തെ അധ്യായം, നാലാമത്തെ സ്കന്ധത്തിൽ മൂന്നാമത്തെ അധ്യായവും നമ്മൾ സമർപ്പിച്ചു. നാളെ നാലാമത്തെ സ്കന്ധത്തിൽ നാലാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ചോദിക്കുകയാണ് ഈ ജഗത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച്. രാജാവിൻ്റെ ചോദ്യമാണ് നമ്മൾ നാലാമത്തെ സ്കന്ധത്തിൽ ആദ്യം കേൾക്കുന്നത്. നിരവധി കാര്യങ്ങൾ ചോദിക്കുന്നു. 21 ശ്ലോകങ്ങൾ, 21ാമത്തെ ശ്ലോകത്തിൻ്റെ ആ പൂർവാർത്ഥം വരെ രാജാവിൻ്റെ ചോദ്യങ്ങളാണ്. അതിന് മറുപടിയായിട്ടാണ് വേദവ്യാസൻ അവിടെ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പം ഇവിടെ വിവിധങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. ആ ശ്രീഹരിയെക്കുറിച്ച്, അതേപോലെ ശ്രീകൃഷ്ണനെക്കുറിച്ച്, അതേപോലെ വാമനാവതാരത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. അതിനുള്ള മറുപടിയാണ് നമുക്ക് നാളെ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുക. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.